നമസ്കാരം. നമ്മളെ ഇന്നർ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഇന്നർ സ്ട്രെങ്ത് ആണ്. ആ ഹാർഡ് വർക്ക് ഏത് രീതിയിലോ ഇപ്പൊ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൈത്തൊഴിൽ ചെയ്യുന്നവര്, അത് വീട്ടിലെ ജോലി ചെയ്യുന്നവര്, അതേപോലെ വ്യായാമം ഹാർഡ് രീതിയിൽ വ്യായാമം ചെയ്യുന്നവര്, ഇവര് ഇതൊന്നും ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നർ സ്ട്രെങ്തിലാണ് നമ്മുടെ ആരോഗ്യം, സാമ്പത്തിക അവസ്ഥ, റിലേഷൻഷിപ്പ് ഇതെല്ലാം പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോ ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് 80 to 100% നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുണ്ട്. അലൈൻമെന്റ് ഈ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അപ്പോ അതിലാണ് നമ്മളുടെ എല്ലാം ഇരിക്കുന്നത്. നമ്മൾ എന്തിനാണോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോ നമ്മൾക്ക് അത്രത്തോളം എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ പറ്റും. അത്രത്തോളം ഷോർട്ട് ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയണ്ടല്ലോ. ആ ഷോർട്ട് ടൈമിലും അത്രത്തോളം എളുപ്പത്തിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതം. അത് ഈ അലൈൻമെന്റിലും ഇന്നർ സ്ട്രെങ്തിലുമാണ് ഇരിക്കുന്നത് തന്നെ നമ്മുടെ പോസിറ്റീവ് ലൈഫിൽ. അപ്പോ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ഇത് ഹാർഡ് വർക്കായിട്ട് ചെയ്യേണ്ട അവസ്ഥകൾ വരുമ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 3 തവണ ഹോൾഡ് ബ്രീതിങ് മെത്തേഡ് ഉപയോഗിക്കാം. കാരണം നമ്മൾ നഷ്ടപ്പെട്ട ഇന്നർ സ്ട്രെങ്ത് തിരിച്ചു കിട്ടുന്നത് ഓക്സിജൻ ഫുള്ള് ശരീരത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. അപ്പോ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന എനർജി ഡബിൾ ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 3 തവണ ഈ ഹോൾഡ് ബ്രീതിങ് മെത്തേഡ്, ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, വിടുക, ഹോൾഡ് ചെയ്യുക. അതിന് എത്രത്തോളം ടൈം പറ്റുന്ന അത്രത്തോളം മാത്രം. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി വെച്ചിരിക്കും. കൂടുതൽ ചെയ്യുന്നവർക്ക് കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി മാത്രം. അപ്പോ ഇതിലാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അപ്പോ താങ്ക് യു സോ മച്ച്.